കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണുണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായ 52 വയസ്സുകാരി ബിന്ദു മരിച്ചു. ബിന്ദുവിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത്. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്, ശുചിമുറിയിലേക്ക് പോകുന്നത്. 10, 11, 14 വാർഡുകൾ നിൽക്കുന്ന സ്ഥലത്തെ ആ പഴകിയ കെട്ടിടമാണ് തകർന്നു വീണത്. 2 മണിക്കൂറോളം ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിൽ ജീവന് വേണ്ടി മല്ലടിച്ചു. ഒരു സഹായവും എത്തിയില്ല. ഒടുവിൽ മരണം 1 മണിയോടുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പേർ തലനാഴിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. ഈ സംഭവം നേരിട്ട് അറിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ ആളുകളൊക്കെ തന്നെ ഭയചകിതരായി ഇപ്പോഴും അവർ നിലകൊള്ളുകയാണ്. ആ നിമിഷങ്ങളിൽ നിന്നും പലരും മുക്തി നേടിയിട്ടില്ല. അപകടം നേരിട്ട് കണ്ട ആളുകളുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. വാനിലോട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തെ ഈ സ്ഥലം കംപ്ലീറ്റ് ഇടിഞ്ഞ് നാടോട്ട് പോകണമായിട്ട് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയെല്ലാം ഓക്സിജൻ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ കട്ടിലടക്കം അവരെല്ലാവരും കൂടി നമ്മൾ ഈ വരാന്ത വഴി എടുത്ത് മാറ്റിയത്. അത് 14 നിന്ന് താഴെ വരണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ബ്ലഡ് ബാങ്കിൻ്റെ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയർ ഇറങ്ങണം. ആ സ്റ്റെയർ അത്രയും സ്റ്റെയർ ഇറങ്ങിയത് തന്നെ കട്ടിലോടെ എല്ലാവരോടും കൂടി പിടിച്ച് പൊക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ താഴെ ഇറങ്ങിയത്. കൺമുന്നിൽ കണ്ട ദുരന്തം, അതും ആശുപത്രിക്ക് തൊട്ടുമുറ്റത്ത്, അത്യാഹിത വിഭാഗത്തിന് തൊട്ടുമുറ്റം നടന്ന ഈ സംഭവത്തിൽ ഒരാൾ മരണപ്പെടുന്നു. ഒരു സഹായവും എത്തിക്കാൻ കഴിയാത്തവണ്ണം ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്നു ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഗുരുതരമാണ്. അനാസ്ഥയുടെ എണ്ണം നിരവധിയുണ്ട്. 2 മന്ത്രിമാർ, സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജും VN വാസവൻ, ജില്ലയിലെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ രാജൻ ഖോബ്രഗഡെ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിട്ട് കൂടി ഒരു ഏകോപനത്തിൽ പിഴവുണ്ടായി. 2 മണിക്കൂർ അങ്ങനെ ശ്വാസത്തിന് വേണ്ടി അങ്ങനെ മല്ലടിച്ച് ആ പാവപ്പെട്ട സ്ത്രീ അവിടെ ആ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ പിഴവ് വളരെ വലുതാണ്. ഇപ്പോൾ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഷിനോജും രഘുവുമാണ് ഇപ്പോൾ ചേരുന്നത്. ഷിനോജ്, രക്ഷാപ്രവർത്തനമൊക്കെ മറ്റ് മണ്ണ് നീക്കൽ പരിപാടികൾ ഈ 10, 11, 14 ഈ വാർഡുകൾക്ക് സമീപത്തെ മറ്റ് പ്രക്രിയകളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? ഇപ്പോൾ വേഗത കൂടിയിട്ടുണ്ട് ഈ പൊളിച്ച് നീക്കലിനല്ലേ? ആരൊക്കെയാണ് ഇപ്പോൾ ഏകോപിപ്പിക്കാനുള്ളത്? എല്ലാവരോടും രോഗികളെയൊക്കെ മറ്റ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ എങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഷിനോജ്? പ്രതീക്ഷ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 മിനിറ്റ് മുൻപാണ് ഈ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചത്. തെരച്ചിൽ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. 3 JCB ഉൾപ്പെടെ സംവിധാനം ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിൽ ഇപ്പോൾ അവസാനിച്ചു. 3 JCB ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന രോഗികൾ, ചികിത്സയിൽ കഴിയുന്ന രോഗികളെ പൂർണ്ണമായും സുരക്ഷിതമായ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ വാർഡിലുണ്ടായിരുന്ന ആളുകൾ അവരെയൊക്കെ തന്നെ ഇപ്പുറത്തേക്ക് മാറ്റി. പക്ഷേ ഇതിൽ കൂടെ വന്ന ബൈസ്റ്റാൻഡറായി ഉണ്ടായിരുന്ന നവമി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ, 52 വയസ്സുള്ള ബിന്ദുവാണ് ഇത്തരത്തിൽ രാവിലെ ഈ അപകടം നടക്കുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പോയതാണ്. പക്ഷേ ഈ അപകടത്തിൽ ഇതിനിടയിൽ കുടുങ്ങി മരണം സംഭവിക്കുകയായിരുന്നു. 10:30 നടന്ന അപകടത്തിൽ 1 മണി കഴിയുന്ന സമയത്താണ് ഈ ബിന്ദുവിൻ്റെ ശരീരം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്, ചേതനേറ്റ ശരീരം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും വലിയ അനാസ്ഥ ഇപ്പം പ്രതിപക്ഷം ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്കൊപ്പം രഘുനാഥ് നാരായണൻ കൂടി ചേരുന്നുണ്ട്. രഘു, 10:30 നടന്ന അപകടമാണ്. പക്ഷേ ഈ ബോഡി കണ്ടെത്തുന്ന സമയം എന്ന് പറയുന്നത് 1 മണിയാണ്. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ടുള്ള തെരച്ചിൽ സംവിധാനത്തിൽ ഒരു പാളിച്ച സംഭവിച്ചത്. തീർച്ചയായും. എന്ന് മാത്രവുമല്ല, അങ്ങനെ ഒരാൾ അപകടത്തിൽ ഈ മണ്ണിനടിയിൽ ശ്വാസം മുട്ടി കിടക്കുമ്പോഴാണ് 2 മന്ത്രിമാർ നിന്ന് യാതൊരുവിധമായ കുഴപ്പവുമില്ല, എല്ലാവരെയും രക്ഷിച്ചു എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഞാനൊരു 12:30 ഇവിടെ എത്തിയപ്പോൾ ആദ്യം പുറത്ത് വെച്ച് കാണുന്ന ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ കാണുന്നില്ല. എനിക്കൊന്ന് അപ്പോൾ തന്നെ ഞാൻ ഷിനോജിനോട് ഇക്കാര്യം സംസാരിക്കുകയും നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ വീട്ടുകാർക്കും അറിയില്ല എന്താണ് സംഭവിച്ചത്. മാത്രമല്ല, ഈ ആദ്യഘട്ടത്തിൽ തന്നെ പല കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീ ബിന്ദു, സ്ത്രീയെ കാണാനില്ല എന്ന തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ ചില പരാതികൾ കിട്ടുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ പോലീസുമായി സംസാരിക്കുന്ന സമയത്ത് കൺഫേം അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല, സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമല്ല എന്ന തരത്തിലുള്ള വിശദീകരണമൊക്കെ. ഒരുപക്ഷെ ആദ്യം ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സമയത്ത് തന്നെ ഒരു തെരച്ചിൽ വേഗത കൂട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതം തിരിച്ചു കിട്ടുമായിരുന്നു. അതെ, ഉറപ്പായിട്ടും. കാരണം നമുക്ക് ഈ ഒരു വലിയ രീതിയിൽ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണതിൻ്റെ ഒരു അവശിഷ്ടമാണ് നമ്മൾ കാണുന്നത്. ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ ഒരു 3 മണ്ണുമാന്തി യന്ത്രം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ ഈ അപകട സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് മനസ്സറിഞ്ഞു വന്ന DYFI പ്രവർത്തകരോ അല്ലെങ്കിൽ സേവാഭാരതി പ്രവർത്തകരോ അങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആരോടെങ്കിലും ഇക്കാര്യങ്ങൾ ഒരു ആത്മാർത്ഥമായി പറയുകയും ആളുകളൊക്കെ ഒന്നിച്ചിറങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 1 മണിക്കൂറിന് മുമ്പെങ്കിലും ആ ബിന്ദുവിനെ നമുക്ക് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താനാകുമായിരുന്നു. ഒരു പക്ഷേ ഇനിയും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. ഈ
അപകട സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ മരിച്ചോ അതോ ശ്വാസം മുട്ടിയാണോ മരിച്ചത്, തലയ്ക്ക് പിറകിലെ ആഘാതമാണോ, വീണപ്പോഴുണ്ടായ ആഘാതമാണോ മരണകാരണം എന്നൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴേ അറിയില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിയും. അതായത് ഈ വിവരങ്ങൾ പോലീസോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ, കാരണം എന്ന് വെച്ചാൽ ഈ ഞാനിവിടെ വന്ന് അല്ലെങ്കിൽ നമ്മൾ ആ സീൻ കാണുമ്പോൾ JCB ഉപയോഗിച്ച് ഈ വേസ്റ്റ് നീക്കുന്ന ഒരു സീൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുക ഈ കെട്ടിടാവശിഷ്ടങ്ങൾ ഇതേപോലെ തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് JCB പ്രവർത്തിക്കുന്നതെന്നാണ്. ഏതെങ്കിലും മനുഷ്യർ അതിനകത്ത് ഉള്ള ഒരു ജാഗ്രത ഉണ്ടായിരുന്നോ എന്ന്. കാരണം പലപ്പോഴും നമ്മളിവിടെ നിൽക്കുമ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്, അവർ വളരെ സൂക്ഷ്മമായി ഈ വേസ്റ്റിൻ്റെ ഇടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും സംശയം നോക്കുമ്പോൾ അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മീൻസ് അത് അവരൊരു അലർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇത് ഇടിഞ്ഞ് വീഴാനുള്ളൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞ് വീണേക്കാം എന്നുള്ളൊരു സിഗ്നലാണ് അവർ കൊടുക്കുന്നതെന്നായിരുന്നു. പക്ഷേ ആ തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ബിന്ദുവിൻ്റെ ശരീരം കണ്ടെത്തിയത്. ഒരു പക്ഷേ ഒരു മനുഷ്യജീവൻ അകത്തുണ്ട് എന്നുള്ള രീതിയിലാണോ തിരച്ചിൽ നടത്തിയത് എന്നുള്ളൊരു സംശയം നമുക്ക് കണ്ടു നിന്നവർക്ക് ഉണ്ടാകും. എന്തായാലും ഇവിടെ നിന്നുള്ള ക്ലീനിങ് ജോലികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് JCB പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 10:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ അപകടം നടന്ന ശേഷം തന്നെ പല ആളുകൾ പല സൈഡിൽ നിന്നൊക്കെ തരത്തിൽ ഒരാളെ കാണാനില്ല, ഈ ഒരു സ്ത്രീയെ കാണാനില്ല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏകദേശം 12:30 കഴിയുന്ന സമയത്താണ് നമ്മളിപ്പോൾ ചാണ്ടികുമലിൽ നിന്ന് ഇത്തരത്തിലൊരു കാര്യം അറിയുന്നത്. ഒരു സ്ത്രീ, ഒരു കുട്ടി അവിടെ ഉണ്ട്, അവരുടെ അമ്മയെ കാണാനില്ല തരത്തിൽ പരാതി പറയുന്നു തരത്തിലൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കുന്നു. ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷമാണ് ഒരു 2-3 ഒരു കാര്യം കാരണം ഈ നമ്മളിപ്പോൾ 11:30 ഈ സംഭവം നടക്കുന്നു. 11:30 കൂടി മന്ത്രിമാരിൽ ആദ്യം VN വാസവൻ അവിടേക്ക് എത്തുകയാണ്. തൊട്ട് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വരുന്നത്. ഈ 2 ഘട്ടങ്ങൾക്ക് ശേഷവും 4 പ്രതികരണങ്ങൾ, അതായത് 2 VN വാസവൻ 2 പ്രതികരണം, 2 ബൈറ്റ് നൽകി, ആരോഗ്യമന്ത്രിയും 2 ബൈറ്റ് നൽകുന്നു. ഈ 4 പ്രതികരണങ്ങളിലും നമ്മൾ എന്താണ് പറയുന്നത്? വാസവൻ പറയുന്നു, അതായത് അവിടെ ഉപയോഗിക്കാത്തൊരു കെട്ടിടമാണ്, അവിടേക്ക് ആരും പോയിട്ടില്ല. ഇതേ കാര്യം തന്നെ രണ്ടാമത്തെ ബൈറ്റിൽ, രണ്ടാമത്തെ പ്രതികരണത്തിൽ ആരോഗ്യമന്ത്രി നൽകുമ്പോൾ എന്താണ്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ, മാധ്യമങ്ങളോട് പറയുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ട് രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കല്ലേ. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, അവിടെ ആശുപത്രിയുടെ സൂപ്രണ്ടുണ്ട്. ഈ സൂപ്രണ്ടിന് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥിതിയില്ലേ? കാരണം അവിടെയുള്ള മറ്റ് ആളുകളോട്, ഈ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോട്ടെ സെക്യൂരിറ്റീസോ മറ്റ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ അവരോട് വിവരം തേടാമല്ലോ. അവിടേക്ക് ആളുകൾ പോകുന്ന സ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇതെല്ലാം സേഫ് ആണെന്ന് വരുത്തി തീർത്തത് അത് അവരുടെ ഗുരുതരമായ പിഴവല്ലേ? പിന്നീട് CCTV ദൃശ്യങ്ങൾ ഒക്കെയുള്ള മേഖലകളായിരിക്കില്ലേ അടുത്തൊക്കെ? അപ്പോൾ പെട്ടെന്ന് പരിശോധിക്കാം. കാരണം 2 മണിക്കൂറാണ്, ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ക്വിക്കായിട്ട് സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല. അത് ഇത്രയും മേന്മയുള്ള, ഇത്രയും വളരെ പ്രധാനപ്പെട്ട കോട്ടയത്തെ ഒരു മെഡിക്കൽ കോളേജിൽ സംഭവിക്കുമ്പോൾ അതെല്ലാം ഈ പിഴവായിട്ടും ഒരു സ്ത്രീയുടെ മരണത്തിലേക്കും കലാശിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ ഷിനോജ്. പ്രതീക്ഷ 11:15 കൂടിയാണ് മന്ത്രി VN വാസവന്റെ ആദ്യത്തെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്. ഈ ഭാഗത്തേക്ക് മന്ത്രി VN വാസവൻ എത്തുന്നു. അതിന് ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും എത്തുന്നു. അവർക്കൊപ്പം ഈ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് കൂടി, ജയകുമാർ സാർ കൂടി ഇവിടേക്ക് എത്തുന്നു. അവർ 3 പേരും ഒന്നിച്ചാണ് ആ സമയത്ത് മാധ്യമങ്ങളെ കാണുന്നത്. അവർ ഒന്നിച്ച് പറയുകയാണ്, ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, മറ്റ് കാഷ്വാലിറ്റി ഇല്ല, 3 പേർക്ക് ചെറിയ രീതിയിൽ പരിക്കുണ്ട്. അതിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് അലീന എന്ന് പറയുന്ന കുട്ടിയാണ്, 11 വയസ്സ് മാത്രമാണ് പറയുക. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കിടക്കുന്ന കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ മറ്റാരും തന്നെ കുടുങ്ങിക്കിടക്കില്ല എന്ന് അവർ സ്ഥിരീകരിച്ച് കൺഫേം ചെയ്ത് പറയുകയാണ്. അപ്പോൾ പിന്നെ പറയുന്നത് മന്ത്രിമാരാണ്, മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല എന്ന തരത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടിയ ഡിവൈഎഫ്ഐയിലെയും യൂത്ത് കോൺഗ്രസിലെയും സേവാഭാരതിയിലെയും ഒക്കെ തന്നെ പ്രവർത്തകർ തന്നെ പോലെ വിശ്വസിച്ചു. ഇവിടെ മറ്റ് ഒന്നുമില്ല, ഇനി ഇവിടെ മൂടിക്കിടക്കുന്നത് കേവലം കോൺക്രീറ്റ് പാളികൾ മാത്രമാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഒരു ഊർജ്ജം കൊടുക്കാൻ അവർക്ക് ഈ ആദ്യഘട്ടത്തിൽ വന്ന മന്ത്രിക്ക് പോലും കഴിയുന്നില്ല. കാരണം ആദ്യം മന്ത്രി തന്നെ പറയുന്നു ഇവിടെ മറ്റ് ഈ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ ആരും തന്നെ കുടുങ്ങിക്കിടക്കില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സാധ്യതയില്ലല്ലോ. പിന്നെ കേവലം ഒരു പ്രൊസീജിയർ എന്ന നിലയിലാണ് 3 JCB ആദ്യം കൊണ്ടുവരുന്നത്. JCB കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് പാളികൾ ഒക്കെ തന്നെ പൊളിച്ചു മാറ്റുന്നത്. അതേ സമയത്ത് തന്നെ ഈ കോൺക്രീറ്റ് പാളി എടുക്കുന്നതിന് മുൻപ് തന്നെ പല കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന തരത്തിലൊരു പരാതി കിട്ടുന്നു. ആ സമയത്ത് ഒരു 12:30 കൂടി ചാണ്ടി ഉമ്മൻ അത് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നു, ഇത്തരത്തിൽ ഒരു മകളുമായി ഞാൻ സംസാരിച്ചു, മകൾ പറയുന്നത് തങ്ങളുടെ അമ്മയെ കാണാനില്ല, ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ. അതായത് ഈ മന്ത്രിമാരൊക്കെ നൽകിയ പ്രതികരണങ്ങൾ നമുക്കറിയാം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മുൻപേ നല്ല ഉശിരുള്ള സന്മനസ്സുള്ള നാട്ടുകാരും ഈ സന്നദ്ധ സംഘടനകളും ഒക്കെ ഇറങ്ങി തിരിച്ചുള്ള രക്ഷാപ്രവർത്തനം വളരെ അതിശീഘ്രമാണ്, വേഗതയുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ എടുത്തിട്ടുള്ള ഈ നിലപാട് മൂലം അതൊക്കെ വൈകി എന്നുള്ള തോന്നലാണ് ഈ സംഭവത്തെ നമ്മെ ഞെട്ടിപ്പിക്കുന്നത്.